രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെടികൾ ഇന്ന് പരിചയപ്പെടുത്തുകയല്ല കേട്ടോ. ഈ ചെടികളൊക്കെ ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെയിൽ പോസ്റ്റാണ്. ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇച്ചിരി റിഡക്ഷനിലായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ 3-4 ചെടികൾ 4-5 ചെടികൾ കൂടുന്ന ഒരു വീഡിയോ ആണ് ഇതിട്ടിട്ടുള്ളത്. വീഡിയോയിൽ ഇത്ര ചെടികളെ ഇട്ടിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഇതിൽ കൂടുതൽ ചെടികൾ ഉണ്ട്, സെയിലിനുണ്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ കൂടി ഞാൻ ഈ ഇതിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ ബാക്കിയുള്ള ചെടികളും കാണിച്ചു തരാം. ഇത് പെട്രിയ തന്നെ നമുക്ക് ഒരു 3 തരം ഉണ്ട്. അതിൽ ഇപ്പോൾ വെള്ളയാണ് ഞാൻ കാണിക്കുന്നത്. ബാക്കി ഏത് ചെടികളും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അടുത്തത് സ്നോ റോസ് ആണ്. നല്ല ചെടിയാണ് സ്നോ റോസ്. ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ സ്നോ റോസ്. അതിൻ്റെയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രസർ ഐലൻഡ് ഒരു പൂവിൽ തന്നെ 3 കളറിൽ നല്ല വലിയ പൂക്കൾ, നല്ല വെറൈറ്റി ആയിട്ടുള്ള, നമ്മളെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരത്തിൽ എത്തിയിട്ടില്ല തോന്നുന്നുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ പിടിക്കും, വളരും, നിറയെ പൂ തരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെയും പ്ലാന്റ് നമ്മൾക്ക് സെയിലിനുണ്ട്. പിന്നെ വന്നിട്ട് കാറ്റ്സ് ക്ലോ, നല്ല ചെടിയാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. നമുക്ക് ഇല കാണാതെ ഇതിലിപ്പോൾ മുഴുവൻ പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ പിന്നീട് ഞാൻ ഒരിക്കൽ കാണിക്കാം. ഇല കാണാതെ നമുക്ക് ഇതിൻ്റെ പൂവിടാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ പൂക്കൾ തുടങ്ങുമ്പോണ്ടല്ലോ ഇല കാണാതെ തന്നെ പൂക്കളുണ്ടാവും. നല്ല വലിയ പൂക്കളാണ്, കോർത്തിടാനൊക്കെ പറ്റും. നല്ല നിറച്ച് ചില ഭാഗത്തൊക്കെ കണ്ടോ ഇലയില്ലാതെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ചെടികളാണ്. ഇതിൻ്റെയും നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ്. നല്ല പോലെ വേരും തളിർപ്പും ഒക്കെ വന്നിട്ടുള്ള നല്ല ചെടികളാണ് കേട്ടോ ഉള്ളത്. ഇനി കാണിക്കുന്നത് എസ്റ്റർഡേ ടുഡേ ചെടിയാണ്. ഇതും നല്ലപോലെ പൂവുള്ളപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചില്ല. ഇപ്പോൾ കുറച്ച് പൂവേ ഉള്ളൂ. ഈ ചെടി നിറയെ പൂവുണ്ടാവും കേട്ടോ. മിക്കവാറും എല്ലാ സമയത്തും തന്നെ ഇതിൽ പൂക്കളുണ്ടാവും. പിന്നെ 3 കളറിലുള്ള പൂക്കളാണ്. ഒരു ചെടിയിൽ 3 കളറല്ല, ഒരു പൂവിന് 3 കളറല്ല, ഒരു ചെടിയിൽ 3 കളറുള്ള പൂക്കൾ, അതായത് ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, വൈറ്റ്, ഇങ്ങനെ 3 കളറിലുള്ള പൂക്കൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്ന നല്ല മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ളൊരു ചെടിയാണ്. ഇനി ഞാൻ ബ്ലൂ ഡേയ്സ് ആട്ടോ കാണിക്കുന്നത്. നല്ല കടും പച്ച നിറത്തിലെ ഇലകൾ, അതിൻ്റെ ഇടയ്ക്ക് നല്ല നീല പൂക്കൾ, കുഞ്ഞു പൂക്കളാണ്, നിറയെ പൂവിരി. ഇതിലിപ്പോൾ കുറച്ച് പൂ, അതെന്താണെന്ന് പറഞ്ഞാൽ നിറയെ പൂവൊക്കെ ആയിട്ട് വലിയ ഭംഗിയിൽ നിന്നിരുന്ന ചെടി ഞാൻ ഈ ജലനിധീൻ്റെ പൈപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. ഒരു ഷോയാണ്, നല്ല വെയിലും കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുട്ടികളായിരിക്കും, അവർ തട്ടിയിട്ടപ്പോൾ ആ ചെടീൻ്റെ കുറേ കൊമ്പ് അടർന്നു പോയി. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി കാണിക്കാൻ ഇത്രയേ ഉള്ളൂ. നിറയെ പൂവിരി, നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. നല്ല നീല പൂക്കൾ പച്ച ഇലേൻ്റെ പശ്ചാത്തലത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നല്ല വെയിലുള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂവിരി. ഇതിൻ്റെ നമുക്ക് തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചെടികൾ കൂടെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനിയുള്ളത് കുറച്ച് ഫോട്ടോസ് ഇടാം ഞാൻ, അല്ലെങ്കിൽ എനിക്ക് വീഡിയോയ്ക്ക് ഒരുപാട് നീളാവില്ല. ഇത് പിന്നെ മെക്സിക്കൻ ഫ്ലെയിം, ഇതിൻ്റെ നല്ല ചെടികളുണ്ട്. പിന്നെ കാണിച്ചിട്ടുള്ളത് മഡഗാസ്കർ ജാസ്മിൻ, നല്ല സുഗന്ധമുള്ള ചെടി കേട്ടോ മഡഗാസ്കർ ജാസ്മിൻ. പിന്നെ ലെമൺ വൈൻ, നല്ല കൊലയായിട്ട് പൂക്കൾ വിരിയും, പൂവും കായും നല്ല ഭംഗിയാണ്. പച്ചക്കായും കാണാം, അത് പഴുക്കുമ്പോൾ നല്ല കൊലയായിട്ടുള്ള മഞ്ഞക്കായ്കളും. അങ്ങനെ ഇത് കമേലിയൻ്റെ ഒരു 2-3 കളറുണ്ട് കേട്ടോ, വെള്ള, ചുമപ്പ്, റോസൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാനിതിൻ്റെയൊക്കെ ബാക്കി ഉള്ള കളറുകളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ചെടികൾ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇടാം. ഈ വീഡിയോയിലുള്ള ചെടികൾ എടുക്കുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഞാൻ തരുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവൻ കാണണേ, എന്നാലാണ് അവസാനം നമുക്ക് അതെന്താ സർപ്രൈസ് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം കാണിച്ചത് പെട്രിയൻ്റെ പ്ലാന്റ് സൈസാണ്. ഇത് സ്നോ റോസ്, നല്ല ചെടിയാട്ടോ, നല്ല വലുപ്പമുള്ള ചെടിയാണ്. പിന്നെ അടുത്തത് കാണിക്കുന്നത് ഫ്രസർ ഐലൻഡ്, അതും നല്ല ചെടിയാട്ടോ. എല്ലാം നല്ല ചെടി തന്നെ, ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് കാറ്റ്സ് ക്ലോ. പിന്നെ അടുത്ത് വരുന്നത് മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്ന ചെടി. ഇതാണ് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ നമ്മൾ അയക്കുന്നത്. ഇനി വരുന്നതാണ് മെക്സിക്കൻ ഫ്ലെയിം, ആ തീ പോലെ ഓറഞ്ച് കളറിൽ വിരിയുന്ന ചെടിയില്ലേ അത്. പിന്നെ മഡഗാസ്കർ ജാസ്മിൻ. അടുത്തത് വരുന്നത് ലെമൺ വൈൻ. ഒക്കെ നല്ല ഹെൽത്തി ചെടികളാണ്, നല്ല പോലെ വേരും തളിർപ്പും ഒക്കെ വന്നിട്ടുള്ള ചെടികളാട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് അങ്ങനത്തെ ചെടികളൊക്കെ എടുക്കുന്നവർക്ക് ഞാൻ ഈ 5 ചെടികൾ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്നറിയോ? 3 ക്രിസ്മസ് കാക്ടസ്, പിന്നെ 2 ലിപ്സ്റ്റിക് പ്ലാന്റ്, അങ്ങനെ 5 ചെടികൾ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ഓർഡർ തന്നോളൂ. ഇതിൻ്റെ പ്ലാന്റ് സൈസ് കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് വെള്ളയും, അത് അടുത്ത ഏതാണെന്ന് എന്നോട് മറന്നുപോയി. പിന്നെ ഇത് 3 ക്രിസ്മസ് കാറ്റ്. താല്പര്യമുള്ളവർ ഈ കോൺടാക്റ്റ് നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ. 100 കണക്കിന് ചെടികളുണ്ട് കേട്ടോ, സെയിലിന് റെഡി ആയിട്ടിരിക്കുന്നു.
അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.